ഹായ് ഓൾ കൃഷ്ണ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂവി സെൻറ്റർ ബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതിൽ ഫസ്റ്റ് 3 പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതിൽ 3 പോയിൻ്റ് ഉണ്ട്. 3 ബോട്ടായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3 ബോട്ടിനായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു സാധാ ബോട്ടിനെ ഒരു മൂവി സെൻറ്റർ ബോട്ടാക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബോട്ട് ഫാദർ എന്ന് ടൈപ്പ് ചെയ്യുക. ബോട്ട് ഫാദർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ബോട്ടും ഫാദറും ചേർത്തടിക്കണം. എന്നാൽ മാത്രമേ ബോട്ട് ഫാദറിൻ്റെ ബോട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം അവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ എടുത്തുകൊണ്ടാണ് റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് പോയില്ലെങ്കിൽ റിട്രൈ കൊടുത്താൽ പോവും. അതിനുശേഷം മേളിൽ ചെന്നിട്ട് ന്യൂ ബോട്ട് ക്ലിക്ക് ചെയ്യുക. ന്യൂ ബോട്ട് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ബോട്ടിന് വേണ്ടിയിട്ടൊരു പേര് ടൈപ്പ് ചെയ്ത് ഇവിടെ ബോട്ട് ഫാദറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ബോട്ട് ഫാദറിലേക്ക് സെൻഡ് ചെയ്തപ്പോൾ ഉടനെ തന്നെ അതിനൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ബോട്ടിൽ എൻ്റ് ചെയ്യുന്ന ഒരു യൂസർ നെയിമാണ്. ഈ യൂസർ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ യൂസർ നെയിമിലെ എല്ലാ ലെറ്റേഴ്സും ചേർത്താണ് അടിക്കേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് ബോട്ട് ഫാദറിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു API ടോക്കൺ നമ്പർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് സെർച്ച് ബാർ നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈവ് ഗ്രാം ബോട്ട് എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ലൈവ് ഗ്രാം ബോട്ട് വരുന്ന ഫസ്റ്റ് ബോട്ടാണ് ലൈവ് ഗ്രാം ബോട്ട്. അതെടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ആഡ് ബോട്ട് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത API ടോക്കൺ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ അതായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റിങ്സുകൾ, ലാംഗ്വേജൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് ചെയ്യാം. പിന്നെ ലൊക്കാലൈസേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബോർഡിൻ്റെ മെയിൻ കാര്യങ്ങൾ, ഫോട്ടോസ്, അതിൻ്റെ ഫോട്ടോ ഇടുന്നതും ബാക്കി കാര്യം ഡിസ്ക്രിപ്ഷൻ ഇടുന്നതൊക്കെ അതിനകത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ലൈവ് ഗ്രാം ബോട്ടായിട്ട് ലിങ്ക് ചെയ്തതിൻ്റെ ഗുണം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മെമ്പറിനെ ആഡ് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിൻ്റെ പേര് അടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനൽ നെയിമാണ് അവിടെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഗ്രൂപ്പ് ഇവിടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബോട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കണം. ബോട്ടിനെ ആഡ് ചെയ്താൽ മാത്രമേ അതിന് മൂവി സെൻഡ് ചെയ്യാൻ പറ്റൂ. അതിനായി നമ്മൾ ലൈവ് ഗ്രാം ബോട്ട് എടുക്കുക. ലൈവ് ഗ്രാം ബോട്ട് എടുത്തിട്ട് നമ്മുടെ ക്രിഷ്ടെക് ബോട്ടിൻ്റെ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് സ്റ്റാർട്ട് അടിക്കുക. ഇപ്പോൾ തിരിച്ചൊരു മെസ്സേജ് അയക്കുന്ന ഒരു ബോട്ടായി വന്നിട്ടുണ്ട്. ബോട്ട് ഫാദറിൽ നിന്ന് ഉണ്ടാക്കുന്ന ബോട്ട് തിരിച്ച് മെസ്സേജ് അയക്കില്ല. അത് വെറും ഒരു സാധാ ബോട്ട് മാത്രമായിരിക്കും. ലൈവ് ഗ്രാം ബോട്ടിൻ്റെ അതാണ്. ഒരു ബോട്ട് നമ്മളോട് തിരിച്ച് മെസ്സേജ് അയക്കുകയും പിന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജസ് ഈ ബോട്ട് ഫോർവേഡ് ചെയ്ത് അതിലേക്ക് അയക്കും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കും. ഞാൻ ഇവിടെ ഒരു ഹായ് അയച്ചപ്പോൾ അത് അതേപോലെ എടുത്ത് ഫോർവേഡ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോർവേഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം ഇതിൻ്റെ ഉള്ളൊരു ഗുണമുള്ളൂ. നമുക്കിതിനകത്ത് മൂവി സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഇതിന് നമുക്ക് ഈ ബോട്ട് ലൈവ് ഗ്രാം ബോട്ടായിട്ട് ലിങ്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതൊരു മൂവി സെൻഡിങ് ബോട്ടാക്കാൻ ഇതിനകത്ത് മിനി ബോട്ട് എടുക്കണം. അതിനും വീണ്ടും സെർച്ച് ബാർ എടുത്ത് മിനി ബോട്ട് എന്ന് സെർച്ച് ചെയ്യുക. മിനി ബോട്ടൺ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ബോട്ട് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ആഡ് ബോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ കോപ്പി ചെയ്ത ടോക്കൺ നമ്പർ വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ബോട്ടിന് വേണ്ടി ഒരു എബൌട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ വാട്ട് ക്യാൻ ദിസ് ബോട്ട് ഡു എന്ന് പറഞ്ഞാൽ ഇത് ബോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു എബൌട്ട് ഒരു ഫ്യൂ വേർഡ്സ് അതിനു വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ബോട്ട് അത് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നമ്മുടെ ബോട്ട് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ച് നിങ്ങളുടെ മൂവി ആഡ് ചെയ്യാം. അങ്ങനെ ബാക്കി കാര്യങ്ങളുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ന്യൂ പോസ്റ്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ബോട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ നമ്മുടെ ബോട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അയച്ചിരിക്കാൻ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നിന്ന് നിങ്ങൾ കമാൻഡ്സ് എടുത്ത് ഇതിലേക്ക് സെൻഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ താഴെ കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സ് നിങ്ങൾ സെൻഡ് ചെയ്യണം. ഈ ബോട്ട് കുറച്ചൊന്ന് സ്ലോ ആണ് തുടങ്ങിയിട്ടുള്ള ആ ബോട്ട്. അപ്പം അത് കുറച്ചൊന്ന് സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 2-3 തവണ ഒന്ന് അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ ബോട്ട് ഒന്ന് റിഫ്രഷായി വരുന്നതാണ്. ഇവിടെ ബോട്ട് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളത് എടുത്തതിന് ശേഷം താഴെ ക്രിയേറ്റ് കമാൻഡ് വരും. അത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് കമാൻഡ് വരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസർ നെയിം ആ ഒരു കമാൻഡിൻ്റെ നെയിം അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ കമാൻഡിൻ്റെ നെയിം നിങ്ങൾ ചേർത്ത് വേണം അടിക്കാൻ. അപ്പോൾ കമാൻഡിൻ്റെ നെയിം ഞാൻ ഇപ്പോൾ ബ്രോഡ് ആഡ് ചെയ്യുന്ന സിനിമയാണ് ഇതിലൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോഡ് ആഡ് ചെയ്യുന്നത് ഞാൻ ചേർത്ത് അടിച്ചിട്ടുണ്ട്.
ഇനി ഈ സമയത്ത് ഞാൻ വേറൊരു ഗ്രൂപ്പിൽ ചെന്നിട്ട് ബ്രോ ഡാഡിയുടെ ലിങ്ക് എടുക്കുകയാണ്. എൻ്റെ വേറെ ലിങ്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ബ്രോ ഡാഡി എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പിൽ ചെന്നിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തു. ഇപ്പോൾ അവിടെ തിരിച്ചൊരു മെസ്സേജ് വന്നു കാണാം. അപ്പം ഞാൻ ഇത് തിരിച്ച് ഫോർവേഡ് ചെയ്ത് അതിലേക്ക് ഇടാൻ പോവുകയാണ്. അതിൻ്റെ എന്ത് മീഡിയയാണ് അത് അയക്കേണ്ടത് എന്നുള്ളതിൻ്റെ മെസ്സേജ് തിരിച്ച് വന്നു കാണും. അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് അയക്കുക. നമ്മുടെ ബോട്ടിലേക്കാണ് അയക്കേണ്ടത്. ബോട്ടിലേക്ക് ഇതേ മെസ്സേജ് എടുത്ത് ഫോർവേഡ് ചെയ്ത് നിങ്ങൾ അയക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോയോ വീഡിയോ എന്ത് വേണോ അയക്കാം. ഹായ് എന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഇത് തിരിച്ച് വേറൊരു മെസ്സേജ് അയക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഇടാം കമാൻഡ്. ഇനി നിങ്ങൾക്ക് ഇത് അടുത്തായിട്ട് ചെയ്യേണ്ട സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് സേവ് ആവുന്നതാണ്. ഇനി ഇത് സേവായി കഴിയുമ്പോൾ ഇതിന് ഒരു നെയിം അടിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്രോ ഡാഡി എന്ന് സ്ലാഷ് ഇട്ട് അടിച്ചാൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രോ ഡാഡി എന്ന് സ്പേസ് ഇട്ട് അടിക്കുമ്പോൾ വരാൻ വേണ്ടി നിങ്ങൾ കോൺഫിഗർ മെയിൻ മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് മെനു ഐറ്റം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആഡ് മെനു ഐറ്റം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് കമാൻഡാണ് അതിനകത്തുള്ളത്, ഏതാണോ നിങ്ങൾക്ക് അതിൻ്റെ പേര് മാറ്റേണ്ടത് അത് എടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ പുതിയ പേര് ടൈപ്പ് ചെയ്ത് അതിനകത്ത് അടിച്ചു കൊടുക്കണം. ഇനി തിരിച്ച് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ഈ ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് നമ്മുടെ ബോട്ടിൽ നമുക്ക് അഡ്മിൻ ആക്കണം. അഡ്മിൻ ആക്കിയാൽ മാത്രമേ ഇനി മൂവി സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ പെർമിഷൻസും ഉള്ള ഒരു അഡ്മിൻ ആക്കി ഇതിനെ ഇടണം. ഈ സമയത്ത് നമ്മൾ ചെയ്തു വരുമ്പോഴേക്ക് ഇത് തിരിച്ചൊരു റിപ്ലൈ നമുക്ക് തരും. ആ റിപ്ലൈയിൽ നമ്മൾ ഇതിൻ്റെ പുതിയ ടൈറ്റിൽ അടിച്ച് കൊടുത്തത് അതിന് സെൻഡ് ചെയ്യണം. അത് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അത് കമാൻഡ് സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂപ്പിനകത്ത് കയറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രൂപ്പിനകത്ത് കയറി ബ്രോ ഡാഡി എന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ എല്ലാ സിനിമകളും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ എല്ലാ ഫോട്ടോ എല്ലാം എടുക്കുന്നത് ബോട്ട് ഫാദറിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൂവീസൊക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബോട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതൊന്ന് സ്പീഡ് ആപ്പായി വരുന്നത് വരെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വേറൊരു ബോട്ടിനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതൊന്ന് സ്പീഡായി വരുന്നതാണ്. അത് കുറേ ദിവസം കഴിയും ഇതൊന്ന് നല്ല വൃത്തി ഒന്ന് സ്പീഡായി വരാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബോട്ടിനെ തുടങ്ങിയാൽ ഒരു മൂവി സെൻറ്റർ ബോട്ടാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Subscribe this channel for more technical videos.